ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ്. വാടാനപ്പള്ളിയിൽ പൊക്കാഞ്ചേരി എന്ന് പറയും. പൊക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തികച്ചും വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഇവിടെ ആൾതാമസമൊന്നുമില്ല. ഇവിടെ വീടുകൾ പലതും ഒഴിഞ്ഞു പോയിട്ട് വർഷങ്ങളായി. പല വീടുകളും കടലിനടിയിൽ പോയി. ഇനി വളരെ കുറച്ച് വീടുകളെ ഇവിടെ കാണാനെങ്കിലും ബാക്കിയുള്ളൂ. പിന്നെ ഞാൻ ഈ കാഴ്ചകൾ കാണിക്കുമ്പോൾ കമൻറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. അതായത് ഈ വീടുകളൊക്കെ ഒഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, ഈ വീടുകളിലൊന്നും ആൾതാമസമില്ല, വർഷങ്ങളായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു വീടിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കാത്ത മറ്റു വീടുകളുടെ കാര്യമോ മാത്രമല്ല. ഈ വീടുകളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിനോ നമ്മുടെ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല. പക്ഷേ കടൽ ഓരോ വർഷവും മീറ്ററുകളോളം 50 മീറ്ററോ 100 മീറ്ററോ ഒക്കെ ഓരോ വർഷവും കയറി വരികയാണ്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ മറ്റു വീടുകളും ഇപ്പം നിരവധി വീടുകൾ ഇനിയും ഉണ്ട്. എല്ലാവിധ നിയമങ്ങളും പാലിച്ച് CRZ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള നിരവധി വീടുകൾ ഇനിയും ഉണ്ട്. അവിടെയും കടലെത്തും. അവരെയും കടൽ കവർന്നെടുക്കും. അവരെയെല്ലാം നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? സർക്കാരുകൾ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കാൻ പോകുന്നത്? കടലിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം ഇത് സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സർക്കാരിനെ കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു വീടിനെ ഒഴിപ്പിച്ചു വിടാൻ 10 ലക്ഷം രൂപയാണ് സർക്കാരിന് ചിലവ്. ഒരു 100 കുടുംബത്തെ ഒഴിപ്പിച്ചു വിടാൻ വെറും 10 കോടി രൂപയെ ചിലവ് വരുന്നുള്ളൂ. എന്നാൽ ഇവിടെ കൃത്യമായിട്ടൊരു തീരസംരക്ഷണം നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി രൂപ ചിലവ് വരും. ആ ഒരു ലാഭം നോക്കിയാണ് സർക്കാർ ഈ പുനർഗേഹം പദ്ധതിയിലൂടെ വീടുകളെ ഒഴിപ്പിച്ചു വിടുന്നതും ജനങ്ങളെ ഒഴിപ്പിച്ചു വിടുന്നതും. അല്ലാതെ ഇതൊരു വലിയ സംഭവമായിട്ടല്ല. ഈ പുനർഗേഹം എന്ന് പറയുന്നത് തീരദേശത്തിനൊരു അനുഗ്രഹമോ ഒരു വലിയ സംഭവമൊന്നുമല്ല.